നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുതുവത്സര ദിനത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു അപകടമുണ്ടായിരിക്കുന്നു. അതിൽ ഒരു വിദ്യാർത്ഥിനിയുടെ ജീവൻ നഷ്ടമായ ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. കുട്ടികൾ സഞ്ചരിച്ച ഈ വാഹനം കരണം മറിയുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം സ്കൂളിനെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും ഗുരുതരമായ ആരോപണവുമായി ഡ്രൈവർ രംഗത്ത് വരികയാണ്. സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റിരുന്ന വിദ്യാർത്ഥിനിയാണ് മരിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചൊറക്കുള സ്വദേശിയുമായുള്ള നേദ്യ എസ് രാജേഷാണ് മരണപ്പെട്ടത്. ഇന്ന് വൈകുന്നേരം കണ്ണൂർ വളക്കയിൽ വെച്ചായിരുന്നു ഏകദേശം ഒരു 4:30 ഈ അപകടം സംഭവിച്ചത്. ചിന്മയ വിദ്യാലയത്തിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 18 കുട്ടികൾക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രൈവർക്കും സാരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഇടറോഡിലെ ഇറക്കത്തിൽ നിന്നും ബസ് ഇറങ്ങി വരുമ്പോൾ പൊടുന്നനെ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി ശേഷം പലതവണ മലക്കം മറിഞ്ഞ ശേഷമാണ് ബസ് ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് പ്രധാന റോഡിലേക്ക് തെറിച്ചു വീണത്. അപകടത്തിൽ ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനി തെറിച്ചു പോകുന്നതും ദൃശ്യത്തിലൂടെ കാണാനായി സാധിക്കുന്നുണ്ട്. തുടർന്ന് ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു ചെയ്തത്. ബസ് ഉയർത്തിയ ശേഷം കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമം നടത്തിയത്. പരിക്കേറ്റ മറ്റു കുട്ടികളെയൊക്കെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബസ് ഡ്രൈവർക്കും സാരമായി തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. ഈ അപകടത്തിന് നടുക്കുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ആദ്യം അമിത വേഗവും ഡ്രൈവറുടെ പരിചയക്കുറവുമാണ് ഈ അപകടത്തിന് കാരണമെന്നൊരു പ്രാഥമിക നിഗമനം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡ്രൈവർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഈ ബസ്സിന് ഫിറ്റ്നസ് ഇല്ല എന്നും അതോടൊപ്പം തന്നെ ബസ്സിൻ്റെ ബ്രേക്കിനടക്കം അപാകതകളുണ്ടായിരുന്നു, പിഴവുണ്ടായിരുന്നു. അത് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ വേണ്ട രീതിയിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ബസ് ഡ്രൈവറും ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.